അനിമോള് ഗാർഡൻ ഏരിയയിലിരിക്കുകയാണ്. അപ്പം നെവിനും അടുത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും അത് ആ സമയത്ത് അല്ലെ കുറച്ച് 2-3 ദിവസം അത്രേ എൻ്റെ മനസ്സിലുണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞങ്ങ് പോവും, മനസ്സിൽ നിന്നങ്ങ് പോവും. ഞാൻ ഒരിക്കലും ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാൻ ഉള്ള കാര്യമാണ്, എൻ്റെ ആ ഒരു സ്വഭാവമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ള എല്ലാം. അപ്പം ചിലർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുമായിട്ട് മിണ്ടത്തില്ല, ഇവരുമായിട്ട് മിണ്ടത്തില്ല എന്ന് പറയും. അപ്പോൾ അനുമോൾ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ പലരുമായിട്ട് മിണ്ടത്തില്ലെന്ന് പറഞ്ഞ്. അത് പിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റാണ്, എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യണമെന്നൊക്കെ ഓർത്തത്. അപ്പം നെവിൻ പറയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിസംബറിൽ ഒരു ഹൗസ് ബോട്ട് പിന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഇവിടുത്തെ ബിഗ് ബോസ് സെലിബ്രിറ്റികൾ മാത്രം ഉള്ള എല്ലാവരെയും ക്ഷണിച്ചിട്ട് ഒരു ദിവസം പിന്നെ ഹൗസ് ബോട്ടിൽ നമ്മളെല്ലാവരും കൂടെ. അപ്പം അനുമോൾ പറയണം, അപ്പോൾ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയണമെന്ന്. അപ്പോൾ അല്ല, ചിലവർ പറയും ഇവരുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല, അവരുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല എന്ന് പറയും. ഞാൻ പറയും, അങ്ങനൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇവിടുത്തത് ഇവിടെ കഴിഞ്ഞു. പിന്നെ എൻ്റെ മനസ്സ് ശുദ്ധമാണ്, ഞാനങ്ങനെ മനസ്സിൽ വെച്ചൊന്നും പെരുമാറത്തില്ല. അങ്ങനെ എല്ലാവരെയും കൂടെ ഞാൻ ഹൗസ് ബോട്ടിൽ വിളിച്ച് ഫുൾ ചിലവ് എൻ്റെ വകയാണ്. പിന്നെ ഇപ്പം നാട്ടിൽ നമുക്കൊക്കെ ഓരോ സ്റ്റിക്കർ ഉണ്ടാക്കി കാണും ആൾക്കാർ. കാരണം സാബുമോനായിരിക്കും നാരദൻ്റെ രീതിയിൽ സാബുമോനെ നിർത്തിയിട്ടായിരിക്കും ഓരോരുത്തരുടെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ എന്നാണ് സാബുമോനെ കളിയാക്കുന്നത്. അപ്പോൾ ആദിലവിടെ ഇരിക്കുകയാണ്. ആദിലയോട് പറയുകയാണ്, ഇങ്ങനെ ഇരുന്നാൽ മതിയാ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പോകണ്ടേ അല്ലേ ഇവിടെ നിന്ന്. എന്നിട്ട് പിന്നെ നെവിൻ പറയണേ, എനിക്ക് ടോപ്പ് 5 എത്താൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അനുമോൾ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കേണ്ടടാ, നീ ടോപ്പ് 5 എത്തും എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ അനുമോളുമായിട്ട് വലിയ ടേംസിലാണ് പിന്നെ നെവിൻ. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.